കണ്ണിന് ചുറ്റും കറുത്ത നിറം വരാനായിട്ട് പ്രധാന കാരണം നമ്മൾ ഫോൺ ഒരുപാട് നേരം സ്ക്രോൾ ചെയ്യുന്നതും അതുപോലെ കണ്ണട വെക്കുന്നവർക്കും അത് ഉണ്ടാവാറുണ്ട്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. അതൊക്കെ എന്താണെന്ന് കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് അതൊക്കെ മാറ്റി അടിപൊളിയായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക. അപ്പം തന്നെ പകുതി പ്രശ്നം മാറിക്കിട്ടും. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് എന്നാണെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരു അടിപൊളി ഹോം മെയ്ഡ് ക്രീം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതൊരു മാസ്ക് പ്ലസ് ക്രീമായിട്ട് നമുക്ക് യൂസ് ആക്കാം. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ യൂസ് ആക്കുകയാണെങ്കിൽ അമേസിങ് റിസൾട്ട് കിട്ടും. അടുത്തതായിട്ട് അലോവേര ജെല്ലാണ് യൂസ് ആക്കുന്നത്. അലോവേര ജെല്ലും അതേ നമുക്ക് വീട്ടിൽ കിട്ടുന്ന നല്ല പ്യുവർ ആയിട്ടുള്ള കറ്റാർ വാഴയുടെ നീരുണ്ടല്ലോ, അതാണെങ്കിൽ അമേസിങ് അടിപൊളി റിസൾട്ട് കിട്ടും. അടുത്തതായിട്ട് തേൻ എടുക്കുന്നുണ്ട്. തേനും നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആക്കുക. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ്. പക്ഷേ ബാക്കി 2 ഐറ്റംസും എനിക്ക് പാക്കറ്റിൽ വാങ്ങുന്നത് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാം ഈ 3 ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആൻഡ് അടിപൊളിയായിട്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ളത് തന്നെ കിട്ടും എന്നാണെങ്കിൽ അത് തന്നെ യൂസ് ആക്കുക. അടിപൊളി റിസൾട്ട് കിട്ടും. എന്നിട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതൊന്ന് കണ്ണിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വെച്ചിട്ട് കിടന്നുറങ്ങരുത്. ഇതിൽ നമ്മൾ ഓയിൽ ചേർത്തിട്ടുണ്ട്. സോ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അത് സെറ്റ് ആവില്ല. സോ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 15 to 20 മിനിറ്റ്സ് ഇതിങ്ങനെ തന്നെ വെച്ചേക്കുക. അതിനുശേഷം നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇത് വെച്ചിട്ട് നല്ല ചെറിയൊരു മസാജ് നമ്മൾ റിംഗ് ഫിംഗർ യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. കണ്ണിന് താഴെയായിട്ടും പിന്നെ കണ്ണിന് മുകളിലായിട്ടുണ്ടെങ്കിൽ അവിടെ ഇത്രയും ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് കയ്യിൽ നമുക്ക് കുറച്ച് ബാക്കി വരുമല്ലോ, അത് മാത്രം എടുത്തിട്ട് കണ്ണിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. റിങ്കിൾസ് അതായത് ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് ഒരു പഞ്ഞി എടുത്തിട്ട് വെള്ളം മുക്കിയതിന് ശേഷം അത് വെച്ച് ഇതൊന്ന് തുടച്ചു മാറ്റുക. അല്ലാണ്ട് ഇങ്ങനെ തന്നെ പോയി കിടന്ന് ഉറങ്ങരുത്. നമ്മുടെ കവിളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പലർക്കും മുഖക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്തായാലും നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് കുറച്ച് റോസ് വാട്ടർ എടുത്ത് പഞ്ഞിയിൽ മുക്കിയതിന് ശേഷം പഞ്ഞി എടുത്ത് റോസ് വാട്ടറിൽ മുക്കിയതിന് ശേഷം നമുക്കത് നമ്മുടെ കണ്ണിന് താഴെയായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത് നമ്മുടെ സ്കിന്നെ സൂത്തൻ ചെയ്യാനും ക്ലിയർ ആക്കാനും ഡാർക്ക്നെസ് ഒക്കെ ലൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്ന വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ആരോ മാർക്കിൽ ഉണ്ടാവും. ഉറപ്പായും കണ്ടു നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.